So good evening, everyone. A heartfelt welcome to each and every one of you to this landmark event, the Orientation Program 10.0. I'm Sharanya Krishnan, and I'm incredibly excited and honored to warmly welcome you all on behalf of the entire LearnWise family. First of all, congratulations. LearnWise-ന്റെ ഒപ്പം ഇഗ്നോയിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിലെ ഒരു സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തിരിക്കുകയാണ്. നിങ്ങൾ LearnWise-ൽ അർപ്പിച്ച വിശ്വാസത്തെ ഞങ്ങൾ വളരെയധികം വിലമതിക്കുന്നു. നിങ്ങളുടെ അക്കാഡമിക് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ജേർണിയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്രൂഷ്യൽ ആണെന്ന് ഞാനൊന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷനോ ഫോർമാലിറ്റിയോ അല്ല. ഓരോ ലേണേഴ്സിനും വേണ്ട ക്ലാരിറ്റി, കോൺഫിഡൻസ് ആൻഡ് മോട്ടിവേഷൻ നൽകിക്കൊണ്ട് നിങ്ങളുടെ അക്കാഡമിക് ജേർണി കംപ്ലീറ്റ് ചെയ്യാനും അതിലൂടെ അക്കാഡമിക് സക്സസ്, കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നിവയ്ക്കായിട്ട് നിങ്ങളെ സജ്ജരാക്കുക എന്നതാണ് OP 10.0യുടെ വിഷൻ എന്ന് പറയുന്നത്. വരുന്ന ഏതാനും ആഴ്ചകളായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു 13 പവർഫുൾ സെഷൻസ് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഗൈഡൻസും പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സും ഒക്കെ നൽകുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാനും ട്രൂ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനും നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പലർക്കും ഇപ്പൊ പല സംശയങ്ങളും ഉണ്ടാവും അല്ലെ. എന്താണ് LearnWise? ഇഗ്നോനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്? ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് OP 10.0. സോ പ്ലീസ് മേക്ക് ഷുവർ ടു അറ്റൻഡ് ഓൾ ദ സെഷൻസ്. ഇന്നത്തെ ഈ സെഷൻ ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്യുന്നത് നമ്മളുടെ CEO റഹീസ് സാറാണ്. അദ്ദേഹത്തിന്റെ വിഷൻ ആൻഡ് പാഷനാണ് ആസ് എ ടീം ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള സെഷൻസിന്റെ ഇൻസൈറ്റ്സ് നമുക്ക് സാറിൽ നിന്ന് തന്നെ കേൾക്കാം. കൂടാതെ നിങ്ങളുടെ യുണീക് നീഡ്സ് ആൻഡ് ആസ്പിറേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ന്യൂ ഹൊറൈസൺസ് ലേണർ പ്രൊഫൈൽ ഫോമിനെ പറ്റിയും സാറ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓരോ ലേണേഴ്സിന്റെ ജേർണിയും ഡിഫറെന്റും സ്പെഷ്യലും ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അറ്റ് LearnWise, അവർ എയിം ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓണർ യുവർ ഇൻഡിവിജ്വാലിറ്റി. നിങ്ങളുടെ ഡ്രീംസ്, ആസ്പിറേഷൻസ്, ചാലഞ്ചസ് ആൻഡ് സ്ട്രെങ്സിനെ പില്ലേഴ്സ് ആക്കിക്കൊണ്ടാണ് ഞങ്ങൾ എൻറിച്ചിങ് ആയിട്ടുള്ള ഈ അക്കാഡമിക് എക്സ്പീരിയൻസസ് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത്. സോ ഐ റിക്വസ്റ്റ് യു ഓൾ ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്. എല്ലാവരും ക്യാമറാസ് ഒക്കെ ഓൺ ആക്കി വെച്ച് ഈ സെഷൻസ് കൂടുതൽ എൻഗേജിങ് ആക്കുക. ഇത് നിങ്ങളുടെ അക്കാഡമിക് ജേർണിയുടെ ഫൗണ്ടേഷൻ ആണെന്ന് ഓർക്കുക. വി ആർ ഓൾ ഇൻ ദിസ് ടുഗദർ. With that, let's begin this extraordinary journey. Once again, welcome to OP 10.0. Let's make this memorable and transformative together. Thank you. So, next, let me invite our CEO, Mr. Rahis sir, to officially inaugurate the program and address you all. Over to you, sir. Thank you, Sharanya. A warm good evening to everyone. ഇന്ന് ഈ ഒരു OP 10.0 ജോയിൻ ചെയ്ത നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ഈ ഒരു സെഷനിലോട്ട് ഹാർദവമായി വെൽക്കം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടോ എന്താണ് ഈ 10.0 എന്നുള്ളത്. അപ്പൊ അത് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. നമ്മുടെ LearnWise ഇപ്പൊ കഴിഞ്ഞ 4-4.5 വർഷമായിട്ട് 9 ബാച്ചുകൾ, അതായത് കഴിഞ്ഞ 9 എഡിഷനിലായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള തൗസൻഡ്സ് ഓഫ് ലേണേഴ്സിനെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ 10ാമത്തെ ബാച്ചാണ്. 10ാമത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാമുമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് 10.0 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള LearnWise-ലെ എല്ലാ ലേണേഴ്സിനെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇഗ്നോയിലൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബോൾഡ് ഡിസിഷനെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ആൻഡ് തീർച്ചയായിട്ടും അതൊരു ചെറിയൊരു സ്റ്റെപ്പ് അല്ല. കാരണം ഈ ഒരു സന്ദർഭത്തിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ളത്. അപ്പം അതിന്റെ ഭാഗം തന്നെയാണ് നിങ്ങൾ ഇഗ്നോയിലൂടെ ഈ രീതിയിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനൊക്കെ നിങ്ങൾ ഒരു ബോൾഡായിട്ട് ഡിസിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റോ കിട്ടുന്നതിലൂടെ നമ്മുടെ എഡ്യൂക്കേഷൻ അവിടെ അവസാനിക്കുന്നില്ല. തികച്ചും നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്, നമ്മുടെ ചിന്തകളെ, നമ്മുടെ തോട്ട്സിനൊക്കെ ഷേപ്പ് ചെയ്യുന്ന ഒരു എവർ എവോൾവിംഗ് ജേർണിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗം തന്നെയാണ് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഗ്നോയിലൂടെ നിങ്ങളുടെ ആ ഒരു ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിന്റെ എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് LearnWise-ൽ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഇപ്പം ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ പലരും ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവും, +2 കഴിഞ്ഞവരുണ്ടാവും, PG കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ PG എടുക്കണം എന്ന് താല്പര്യമുള്ളവരൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ പലരും കുറെ പേരൊക്കെ ഓറിയന്റേഷൻ നിങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള കോളേജ് ലൈഫിലൊക്കെ ചിലരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓറിയന്റേഷനെ കുറിച്ചിട്ട്. പക്ഷെ LearnWise-ലെ ഓറിയന്റേഷൻ വ്യത്യസ്തമാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 25 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് നമ്മൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് സാധാരണ ഉണ്ടാവില്ലെന്ന് വെച്ചാൽ 1-2 ദിവസങ്ങളിലേക്ക്
ആയിട്ടായിരിക്കും നമ്മുടെ ഒരു ഓറിയന്റേഷൻ ഉണ്ടാവാറുള്ളത്. കുറച്ച് മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഓറിയന്റേഷൻ. പക്ഷെ ലേൺ വൈസിൽ നമ്മൾ 25 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വിവിധ സെഷനുകളിലെ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്. അപ്പൊ അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും പല രീതിയിലുള്ള സ്ട്രെങ്ത്തും കപ്പാബിലിറ്റീസും ഒക്കെ ഉള്ളവരുണ്ടാവും. അതൊക്കെ ഒന്ന് പുറത്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു 13 സെഷൻസ് നീണ്ടു നിൽക്കുന്ന 25 ഡേയ്സിലായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ ഓറിയന്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ടാലൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടാവും. അതൊന്നും ഒരു മടിയും കൂടാതെ നിങ്ങൾക്കത് അതിനൊരു ട്രിഗർ ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അക്കാഡമിക് ആയിട്ടുള്ളതും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് ഗോൾസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതിൽ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ ഫുള്ളായിട്ട് നിങ്ങൾ ഡേ 1 മുതൽ നമ്മുടെ നിങ്ങളുടെ ചാർട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഓഗസ്റ്റ് 30th വരെ ഉണ്ടാവും. അപ്പൊ അതുവരെയുള്ള ആ ഡേയ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങളുടെ അക്കാഡമിക് ജേർണി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന് കൂടെ തന്നെ ഇതിൽ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം ഫ്യൂച്ചറിലൊക്കെ നമുക്ക് ഒരുപാട് സ്കിൽസ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ നമ്മൾ നൽകുന്നതാണ്. അപ്പം ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം അതിന് ശേഷമുള്ള നിങ്ങളുടെ ലേൺ വൈസിന്റെ കൂടെയുള്ള ജേർണി ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനിലൂടെ മാത്രമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങൾ സംസാരിക്കുക. അതിലൊന്നും യാതൊരു മടിയും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മുടെ ഇവിടെ ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ആക്റ്റീവായിട്ട് നമുക്ക് ഓരോ സെഷൻസിലും ഇപ്പം ഈ ഒരു സെഷൻ കഴിഞ്ഞ് അടുത്ത സെഷനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. കുറച്ചുകൂടി ഫണ്ണായിട്ടുള്ള വളരെ ഐസ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് സെഷൻസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലോട്ടൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒന്നിനും മടി കാണിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ തന്നെയായിരിക്കും ഈ ഒരു ഓറിയന്റേഷൻ സെഷനെ വളരെ സക്സസ്ഫുൾ ആക്കുന്നതും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഓറിയന്റേഷൻ സെഷൻ കഴിഞ്ഞിട്ട് ലേൺ വൈസിന്റെ കൂടെയുള്ള നിങ്ങളുടെ അക്കാഡമിക് ജേർണി ഉണ്ടല്ലോ, അപ്പൊ അതിനെ സക്സസ്ഫുൾ ആക്കുന്നതും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ആ ഒരു ത്വര നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മെന്റേഴ്സുമായിട്ടും നിങ്ങളുടെ ബാച്ച്മേറ്റ്സുമായിട്ടും ഒക്കെ ആ ഒരു രീതിയിലുള്ള സംവാദങ്ങൾ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെ അതിലൊന്നും യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ആക്റ്റീവായിട്ട് തന്നെ എല്ലാത്തിലും പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കായിട്ട് ചാർട്ട് ചെയ്യുന്നത്. ഓറിയന്റേഷൻ സെഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ സെലിബ്രേഷൻ, ഇപ്പം ഓണം വരുന്നുണ്ട്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള നമ്മുടെ വർക്ക്ഷോപ്പുകൾ, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ലേൺ വൈസിൽ ഉണ്ടായിരിക്കും. അതിലൊന്നും ഒരു മടിയും കൂടാതെ നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കണം നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവ് എന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇഗ്നോയുടെ സപ്പോർട്ട്, അതായത് അതിൽ ഏറ്റവും നല്ല ടൈലേർഡ് ആയിട്ടുള്ള റോബസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നമ്മുടെ ടീമിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കും. നമ്മുടെ മെന്റേഴ്സ്, നമ്മുടെ ഫാക്കൽറ്റീസ്, നമ്മുടെ സപ്പോർട്ടിംഗ് ടീംസ് ഒക്കെ നിങ്ങളുടെ ആ ഒരു അക്കാഡമിക് ലൈഫ് അല്ലെങ്കിൽ അക്കാഡമിക് ജേർണി ഏറ്റവും നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നിങ്ങളുടെ ആ ഒരു മോട്ടിവേഷനും എന്തൂസിയാസും ഒക്കെ തന്നെയാണ് നമ്മളെയും ഗൈഡ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ നല്ല രീതിയിൽ വൈബ്രന്റ് ആയിട്ട് ആ ഒരു ആക്റ്റീവ് എൻഗേജ്മെന്റ്സ് നിങ്ങളുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു എന്തൂസിയാസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കൂടുതൽ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ ഇനീഷ്യലി ശരണ്യ മാം പറഞ്ഞ പോലെ തന്നെ ഒരു ലേണർ ന്യൂ ഹൊറൈസൺ ലേണർ പ്രൊഫൈൽ ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സെഷന്റെ അവസാനം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ അതിൽ വളരെ സിൻസിയർ ആയിട്ട് അക്യൂറേറ്റ് ആയിട്ട് നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അത് ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ പലപ്പോഴും പലതായിട്ട് പല ഗൂഗിൾ ഫോമുകൾ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഇത് അങ്ങനെയല്ല. നിങ്ങളുടെ ആസ്പിറേഷൻസ്, നിങ്ങളുടെ പ്രിഫറൻസസ്, നിങ്ങൾക്ക് എവിടെയാണ് സപ്പോർട്ട് വേണ്ടത് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആ ഗൂഗിൾ ഫോമിൽ നമ്മൾ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് വളരെ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബേസിസിൽ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടുകയും നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ എവിടെയാണ് നിങ്ങൾക്ക് ലാക്ക് ചെയ്യുന്നത്, എവിടെയാണ് നിങ്ങളുടെ പ്രിഫറൻസസ് എന്താണ്, നിങ്ങളുടെ ആസ്പിറേഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. അത് അനലൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗൂഗിൾ ഫോം വളരെ സിൻസിയർ ആയിട്ട് തന്നെ നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളൊരു ഒരു സ്റ്റാർട്ടിങ് ഒരു അക്കാഡമിക് ജേർണി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങളൊരു ഇഗ്നോയിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ചലഞ്ചസും ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ വഴിയിലുണ്ടാവും. അത് ഇതിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ചലഞ്ചസും ഓപ്പർച്യൂണിറ്റി ചിലപ്പം ഈക്വൽ ആയിട്ട് വരുന്നുണ്ടാവും. ചിലപ്പം കൂടുതൽ ചലഞ്ചസ് ആയിരിക്കും ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൂടുതൽ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ചിലർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ചലഞ്ചസ് കുറവായിരിക്കും. അപ്പൊ അതിന്റെ ഏറ്റക്കുറച്ചുകൾ എന്തായാലും ഉണ്ടാവും.
ചലഞ്ചസ് ആയിക്കോട്ടെ, ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾ അത് കറേജിയസ് ആയിട്ട് നേരിടാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ആ ഒരു കറേജിയസും റെസിലിയന്റ് ആയിട്ട് നമ്മൾ അതിനെ നേരിട്ട് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസിനെ മാക്സിമം നമ്മൾ ഗ്രാബ് ചെയ്യാം. ഏത് അവസരങ്ങൾ വന്നാലും അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും, ഒരു മടിയും കൂടാതെ തന്നെ അത് ഗ്രാബ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനും അതിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ ഔട്ട്പുട്ട് എടുക്കാനും നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ചലഞ്ചസ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാവും. നിങ്ങളൊക്കെ പല ചലഞ്ചസും മറികടന്നിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ലേൺവൈസ് പ്ലാറ്റ്ഫോമിൽ എത്തിയതും ഇഗ്നോയിൽ ഒരു ഡിഗ്രി PG കോഴ്സ് എടുക്കുന്നതൊക്കെ നമുക്കറിയാം. അതൊന്നും നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അതിനുള്ള ടീം നമ്മുടെ ഭാഗത്തുണ്ട്, നമ്മുടെ ഫാക്കൽറ്റീസ് ഉണ്ട്, നമ്മുടെ മെന്റേഴ്സ് ഉണ്ട്, മറ്റ് സപ്പോർട്ടിംഗ് ടീംസും ലേണേഴ്സ് സക്സസ് എക്സിക്യൂട്ടീവ്സും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നമ്മളായിട്ട് ഷെയർ ചെയ്യാം. ചലഞ്ചസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒട്ടും മടിച്ചു നിൽക്കുകയോ അതിൽ തളർന്നു പോവുകയോ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ നിശ്ചയദാർഢ്യവും ആ ഒരു ദൃഢതയൊക്കെ തന്നെ ഇതിനുള്ള നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സ്വാധീനിക്കുമെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതും ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. സോ നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും, അതായത് നിങ്ങൾ വലിയ രീതിയിലുള്ള വലിയ സ്റ്റെപ്പുകൾ എടുക്കുന്നില്ല, ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഇഴകേറി മുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതിൽ ലേൺവൈസിനെ കുറിച്ചും നമ്മുടെ ഇഗ്നോയെ കുറിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ കരിയറിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കുറേ അധികം നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പം എല്ലാത്തിലും കുറച്ചും ചെറിയ ഐഡിയാസ് നിങ്ങൾക്ക് നമ്മൾ ചെറിയ രീതിയിൽ തരുന്നതായിരിക്കും. അതിലൊക്കെ നല്ല കാര്യങ്ങൾ എടുത്തിട്ട് ചെറിയ സ്റ്റെപ്പോട് കൂടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ എടുക്കുക. അങ്ങനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ കറേജസും റെസിലിയൻ്റ് ഒക്കെ നിങ്ങളുടെ ആ ചിന്തയിലും പ്രവൃത്തിയിലും നിങ്ങൾക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫിനെ വിഭാവനം ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് നിങ്ങൾ ആരും തന്നെ നിങ്ങൾക്ക് തടുക്കാൻ സാധിക്കില്ല. പക്ഷേ അവിടെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വേണം, എൻഗേജ്മെന്റ് വേണം. ചലഞ്ചസും ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ആ റെസിലിയന്റോട് കൂടിയിട്ടും ധൈര്യത്തോട് കൂടിയിട്ട് അതിനെ അല്ലെങ്കിൽ നേരിടാനുള്ള ആ ഒരു പക്വതയും ഒക്കെ നമ്മൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫ് ഒരു 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ലൈഫിനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ലേൺവൈസ് ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ ആ രീതിയിൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു വൈബ്രന്റ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ലേൺവൈസ് കമ്മ്യൂണിറ്റിയെ നമുക്ക് ബിൽഡ് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പും ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനും ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ലേൺവൈസ് കമ്മ്യൂണിറ്റിയെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമുക്ക് തൗസൻഡ്സ് ഓഫ് ലേണേഴ്സ് നമുക്കുണ്ട്. അപ്പൊ ആ ഒരു ലെവറേജ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാനും സാധിക്കും. സോ ഫൈനലി വെൽക്കം ടു ലേൺവൈസ്, വെൽക്കം ടു യുവർ ഫ്യൂച്ചർ. Let's make this journey extraordinary. Thank you all. Have a great day. Thank you, sir. Thank you for your wonderful insights. Now let me invite our director, Mr. Abhay, to give you a comprehensive overview on OP 10.0. Over to you, sir. സോ ആദ്യമേ തന്നെ ലേൺവൈസിലെ എല്ലാ ലേണേഴ്സിനും എന്റെ വക ഒരു വെരി ഹാർട്ടി വെൽക്കം. ആൻഡ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ ലേണേഴ്സിലേക്കും, എസ്പെഷ്യലി ന്യൂ ലേണേഴ്സിലേക്ക് ലേൺവൈസ് ഓറിയന്റേഷൻ 10.0യുടെ എല്ലാവിധ ഡീറ്റെയിൽസും എത്തിക്കാൻ ഈ ഒരു അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് തന്നെ പറയാം. കാരണം ഈ ഒരു പ്രോഗ്രാം സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നിങ്ങളിലെ ഓരോ ലേണേഴ്സിനും വേണ്ട സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ടും, അതുപോലെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമായുള്ള എല്ലാവിധ സ്കിൽസും അതുപോലെ അത് അനുബന്ധ കാര്യങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ്. സോ നിങ്ങളെ എംപവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായി തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഓറിയന്റേഷന്റെ ഓവർവ്യൂ തരുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ന്യൂ ഹൊറൈസൺ ലേണർ പ്രൊഫൈൽ ഫോമിന്റെ കാര്യം റേസർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള കാര്യവും നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇതെല്ലാം ഒരു 20 മിനിറ്റ്സിൽ കഴിയേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതും, പിന്നെ നിങ്ങൾ ഇനി ഇരിക്കാൻ പോകുന്നത് ഇതിപ്പോ ഫസ്റ്റ് സെഷൻ ആണ്, ഇനി ഇത് കഴിഞ്ഞ് വരുന്ന 12ഓളം സെഷൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ആൻഡ് നിങ്ങളുടെ ലേൺവൈസിനോടൊപ്പമുള്ള ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം. എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് എന്താണ് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഇനി വരുന്ന സെഷൻസിൽ ഉള്ളതെന്ന് അറിയുന്നതിനായിട്ട്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഈ വട്ടത്തെ ഒരു കൃത്യമായിട്ടുള്ള ചില ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ തീംസും എല്ലാം തന്നെയുണ്ട്. അപ്പൊ അത് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ആദ്യമേ തന്നെ പറയട്ടെ, നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നമ്മൾ ഓരോ വട്ടവും നടത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാവാറുണ്ട്. ഓറിയന്റേഷൻ പ്രോഗ്രാം 10.0യിലേക്ക് വരുമ്പോഴുള്ള നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്
ഓരോ ലേണർക്കും നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി തരിക, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോൺഫിഡൻസ് തരിക, മോട്ടിവേഷൻ തരിക. അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അക്കാഡമിക് സക്സസ് ഉറപ്പാക്കുക. കരിയർ ഗ്രോത്തിനായിട്ട് വ്യത്യസ്ത കോഴ്സുകൾ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ആ കരിയർ ഗ്രോത്ത് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കാര്യം കൂടി കവർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ വട്ടത്തെ നമ്മളുടെ വിഷൻ. ഇനി നമുക്ക് ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ വട്ടം നമ്മൾ ഏകദേശം 5 ഒബ്ജക്റ്റീവ്സ് ആണ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വളരെ ഷോർട്ടായിട്ട് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇഗ്നോയിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സിനെ പറ്റിയും അതിലെ വ്യത്യസ്ത പേപ്പറുകളെ പറ്റിയും അത് കഴിഞ്ഞാലുള്ള സാധ്യതകളെ പറ്റിയും എല്ലാം തന്നെയുള്ള കൃത്യമായിട്ടുള്ള വളരെ ക്ലാരിറ്റിയോട് കൂടിയ ഒരു ഐഡിയ തരിക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം, ആദ്യത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, നിങ്ങൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ്. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ആസ്പിറേഷൻസും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുമാണുള്ളത്. അപ്പൊ നിങ്ങൾ കഴിവ് സ്പെസിഫിക്കലി അളന്നുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം വ്യത്യസ്തമാണ്. അപ്പൊ ആ സമയം കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗോൾ മനസ്സിൽ കണ്ട് തയ്യാറാക്കിയ ചില ഗോൾ സെറ്റിംഗ് ഐഡിയാസ് ഉണ്ട്. സോ ആ ഗോൾ സെറ്റിംഗിലേക്ക് എങ്ങനെ എത്താം, അല്ലെ സ്പെസിഫിക് ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റീവായി വെച്ചിട്ടുള്ളത്. മൂന്നാമത്തേലേക്ക് വരുമ്പോൾ, ഒരു ബ്രേക്കിനൊക്കെ ശേഷം തന്നെ തങ്ങളുടെ വിദ്യാഭ്യാസം തുടരുന്നതിന്റെ ഭാഗമായിട്ട് ലേൺവൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണ് ഭൂരിഭാഗവും. അപ്പൊ അവരെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി ഹാബിറ്റ്, അല്ലെ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യാത്തിടത്തോളം ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓരോരുത്തർക്കും അവൈലബിൾ ആയിട്ടുള്ള ടൈം എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം, അങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് വളരെ സെൽഫ് ഡിസിപ്ലിനോട് കൂടി എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യം, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ഓറിയന്റേഷൻ സെഷൻസിലൂടെ നമ്മളത് ഉറപ്പാകും. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്കിൽസ് ആവശ്യമുണ്ട്. ജോലിയിൽ ആയിക്കൊള്ളട്ടെ, അക്കാഡമിക്സിലേക്ക് ആയിക്കൊള്ളട്ടെ. ഇംഗ്ലീഷ് പ്രത്യേകിച്ച് നമുക്ക് വളരെ ആവശ്യമായുള്ള ഒരു കാര്യമാണ്. അതുപോലെ ടെക്നോളജി എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്യുക, ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള അസിസ്റ്റൻസും നിങ്ങൾക്ക് ആവശ്യമായുള്ള സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രൊഫഷണൽ സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളത് ലേൺവൈസ് ഒരു ഒബ്ജക്റ്റീവായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി വരുന്നത്, എല്ലാവരും ജീവിതത്തിലെ പല തിരക്കുകൾക്കിടയിലാണ് വ്യത്യസ്ത കോഴ്സുകൾ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനിടയിലും നമുക്ക് ഒരു പക്ഷേ ചില സാഹചര്യങ്ങളിൽ എല്ലാവരും മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള സ്ട്രെസ്സും ഇമോഷണലി തന്നെ ചിലപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. സോ അത് ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതും അതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാമെന്നും അറിയുന്ന, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, കൃത്യമായിട്ട് ഈ സെഷൻസിലൂടെ എങ്ങനെയൊക്കെ നിങ്ങളുടെ സമയം മാനേജ് ചെയ്യാം, അതിനോടൊപ്പം തന്നെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ റെസിലിയൻസ് കൂട്ടാം, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മെന്റൽ വെൽബീങ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം 10.0 കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ ലഭിക്കുന്നതായിരിക്കും. അതാണ് കോർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി കോർ തീം എന്ന് പറയുന്ന ഒരു 6 പോയിന്റ്സും കൂടെ കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്, നമ്മൾ ഈ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിലെ 13 സെഷൻസ്, ഈ 13 സെഷൻസും കവർ ചെയ്തു പോകുന്നത് ഈ വ്യത്യസ്ത തീമുകളാണ്. ഈ തീം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്ത സെഷൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഗെറ്റിംഗ് ക്ലിയർ, ഗെറ്റിംഗ് കോൺഫിഡന്റ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒബ്ജക്റ്റീവ് പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗോളിലേക്ക് എത്താൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു തീം എന്ന് പറയുന്നത്. അടുത്തത് യുവർ ഗോൾസ് അവർ ഗൈഡൻസ് എന്നുള്ളതാണ്. ഓരോരുത്തർക്കുമുള്ള ലക്ഷ്യങ്ങൾ വേറെയാണ്. അപ്പൊ ആ ലക്ഷ്യങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായുള്ള എല്ലാവിധ ഗൈഡൻസും എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് തയ്യാറാക്കിയുള്ള സെഷൻസ് ആണ് നമ്മുടെ ഈ 13 സെഷൻസും. നെക്സ്റ്റ്, ബിലോങ് ആൻഡ് ത്രൈവ് എന്നുള്ളതാണ്. സോ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ടീമിന്റെ കൂടെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപക്ഷെ ഒരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വരുന്ന സാഹചര്യത്തിൽ സ്റ്റഡീസുമായിട്ട് മുന്നോട്ട് പോകാൻ ഒറ്റയ്ക്ക് ഇതുമായിട്ട് കോപ്പ് ചെയ്യാനൊക്കെ തന്നെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കല്ല ഒരിക്കലും, നിങ്ങൾ ഇവിടെ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലേൺവൈസിന്റെ എന്റെ മെന്റേഴ്സ്, എന്റെ ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കുന്ന സെഷൻസ് ആണ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അത് ആക്ടിവേറ്റ് ആൻഡ് എൻഗേജ് എന്നുള്ളതാണ്. സോ ഈ ആക്ടിവേറ്റ് ആൻഡ് എൻഗേജിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ മാത്രമാണ്. അതായത് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുന്നതിനായിട്ടും നിങ്ങളുടെ എൻഗേജ്മെന്റ്, ആദ്യമൊക്കെ തന്നെ പലരും ഷൈ ആയിരിക്കും കാര്യങ്ങൾ പറയുന്നതിനായിട്ടും ഓരോ ടാസ്കുകൾ ചെയ്യുന്നതിനായിട്ടും. അപ്പം മുന്നോട്ട് പോകുമ്പോൾ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു അല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്ത
സെഷൻസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്തത് ഡിജിറ്റൽ മാസ്റ്ററി എന്നുള്ളതാണ്. ഇപ്പൊ ഡിജിറ്റൽ മാസ്റ്ററി എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്കറിയാം ലേൺവൈസിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിലൂടെയും അതുപോലെ തന്നെ വെബ്സൈറ്റിലൂടെയും എല്ലാം തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ലേൺവൈസിന് സ്വന്തമായിട്ട് വെബ്സൈറ്റും യൂട്യൂബും അതുപോലെ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം? ഇനി ഈ വ്യത്യസ്ത പ്ലാറ്റ്ഫോംസിന് അകത്തുള്ള വ്യത്യസ്ത റിസോഴ്സുകൾ ഉണ്ട്. ഇപ്പൊ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ക്ലാസ്സസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, അസൈൻമെന്റ് അസിസ്റ്റൻസിനായിട്ടുള്ള മറ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണ തരുന്ന സെഷൻ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് കവർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഗ്രോ ടുഗദർ എന്നുള്ളതാണ്. സോ ഇത് നിങ്ങളുടെ അക്കാഡമിക് ആസ്പിറേഷൻസിനും അതുപോലെ പ്രൊഫഷണൽ ആസ്പിറേഷൻസിനും അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നമ്മുടെ മെന്റേഴ്സിന്റെ അടുത്തും എന്റെ ലേൺവൈസ് ടീമിന്റെ അടുത്തും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും അത് ഏതൊക്കെ രീതിയിലാണെന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്ന സെഷൻസും ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം 10.0 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വ്യത്യസ്ത സെഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ തുടങ്ങുന്ന ഇനോഗ്രേഷൻ ആൻഡ് ഓവർവ്യൂ നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സെഷനാണ്. ഇപ്പൊ റേസാർ വളരെ മനോഹരമായിട്ട് നമ്മുടെ സെഷൻ ഇനോഗ്രേറ്റ് ചെയ്തു. ഇനി അതിന്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സെഷനിലും എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും. സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് വളരെ ഫൺ ആൻഡ് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ്. വളരെ ഫൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടാസ്കുകൾ തരും. അപ്പൊ നമുക്ക് ഒരു പക്ഷെ ഇങ്ങനെ ഞാനിത് പറയുന്നതൊക്കെ തന്നെ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും. പക്ഷെ നമുക്കൊരു ആക്ടിവിറ്റി തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ എല്ലാവർക്കും വളരെ ഉഷാറായിരിക്കും അല്ലെ. അപ്പം നമ്മുടെ സെക്കൻഡ് സെഷനിൽ ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റീസിൽ നിങ്ങൾ മെന്റേഴ്സുമായിട്ട് പരിചയപ്പെടും. അത് കൂടാതെ നിങ്ങളുടെ കൂടെ തന്നെ ഈ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പിയേഴ്സ് അല്ലെ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനെ നിങ്ങൾ പരിചയപ്പെടുന്നതാണ്. അത് കൂടാതെ ഒരുപാട് ആക്ടിവിറ്റീസും നിങ്ങളുടെ ഇടയിൽ ബോണ്ടിങ് എല്ലാം തന്നെ കൊണ്ടുവരുന്നതിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡ് സെഷൻ എന്തായാലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സെഷനാണ്. മൂന്നാമത്തെന്ന് പറയുന്നത് അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണ്, വിച്ച് ഈസ് ഇഗ്നു ഓറിയന്റേഷൻ. ഇഗ്നു സംബന്ധിച്ചുള്ള അഡ്മിഷൻ, റീ രജിസ്ട്രേഷൻ, അതുപോലെ എക്സാമിനേഷൻ, എങ്ങനെയാണ് ഇഗ്നു എക്സാംസ് ഉണ്ടാവുക, എങ്ങനെയാണ് ഇഗ്നുവിന്റെ ഇവാലുവേഷൻ, അസൈൻമെന്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം തുടങ്ങി ഇഗ്നുവിന്റെ A to Z കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് ഇഗ്നു ഓറിയന്റേഷൻ എന്നുള്ളത്. സോ ഈ സെഷന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഗ്നുവിനെ പറ്റിയുള്ള 99% ഡൗട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരു സംശയമേ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് സെഷൻ നമ്പർ 3 നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട സെഷൻ തന്നെയാണ്. ഇനി സെഷൻ നമ്പർ 4 വരുമ്പോഴോ നിങ്ങളുടെ അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സ്, ഇപ്പൊ ചിലർ ഡിഗ്രി എടുത്ത് അതേ സബ്ജക്ട് തന്നെയായിരിക്കും PGക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ +2 സയൻസ് ഉള്ളവർ പലരും നമുക്ക് ഡിഗ്രിയിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത കോഴ്സുകൾ എടുക്കുന്നത് കാണാം. അപ്പൊ അങ്ങനെ വരുന്നവരെ സംബന്ധിച്ച് എന്താണ് പഠിക്കാനുള്ളത് എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഏതൊരു കോഴ്സ് പഠിക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്കാഡമിക്കലി. അപ്പം ഓരോ കോഴ്സ് എടുത്തിട്ട് അതിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, അതെങ്ങനെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന, നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്ന മെന്റേഴ്സുമായിട്ടുള്ള സെഷനാണ് സിലബസ് ഡീകോഡിംഗ് എന്നുള്ളത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കാൻ പാടില്ലാത്ത സെഷനാണ്. അഞ്ചാമത്തെ ലേൺവൈസ് ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലേൺവൈസിന്റെ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം, ലേൺവൈസിന്റെ വെബ്സൈറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, ലേൺവൈസിന്റെ മറ്റ് ഫീച്ചേഴ്സ് ഏതൊക്കെ രീതിയിലാണ് ഇഗ്നുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്, അത് ഏതൊക്കെ രീതിയിൽ നിങ്ങളെ ഇഗ്നു എക്സാംസിലേക്ക് വരുമ്പോഴും അസൈൻമെന്റ്സിലേക്ക് വരുമ്പോഴും മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോഴും ഏതൊക്കെ സർവീസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, ഏതൊക്കെ റിസോഴ്സസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു സെഷനാണ് നമ്മളുടെ അഞ്ചാമത്തെ സെഷൻ. ഇനി ആറാമത്തെ സെഷൻ എന്ന് പറയുന്നത് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അതായത് സ്മാർട്ട് ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യാം, ടൈം എങ്ങനെ മാനേജ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ ടൈം അനുസരിച്ച്, അവരവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള കഴിവനുസരിച്ച്, എബിലിറ്റി അനുസരിച്ച് എങ്ങനെ ഓരോ ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അത് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളാണ് പ്രധാനമായും നമ്മുടെ സെഷൻ 6 ഡിസ്കസ് ചെയ്യുക. ഏഴാമത്തതും വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷനാണ്. അതും ഒരു കണക്കിന് പറയുകയാണെങ്കിൽ വളരെ ഫൺ ആയിട്ടുള്ള ഒരു സെഷനാണ്, വിച്ച് ഈസ് അലുമിനൈ ഇന്ററാക്ഷൻസ്. അലുമിനൈ എന്ന് പറയുമ്പോൾ നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള വ്യത്യസ്ത കോഴ്സിലുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലേണേഴ്സ് നിങ്ങളിലേക്ക് വരികയും അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അതും ഇന്ററാക്ഷൻ നല്ല രീതിക്ക് വരുന്ന ഒരു സെഷൻ തന്നെയാണ്. സോ അതും മിസ്സാവുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി എട്ടാമത്തെ സെഷനിലേക്ക് വരുമ്പോൾ മീറ്റ് ലേൺവൈസ് ടീം എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി ഇതിനോടകം തന്നെ നിങ്ങളുടെ മെന്റേഴ്സുമായിട്ടും മറ്റ് അഡ്മിഷൻ എടുക്കുന്നത് സംബന്ധിച്ച് മറ്റ് അഡ്മിഷൻ എക്സിക്യൂട്ടീവ്സുമായിട്ടും ഒക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ലേൺവൈസ് ടീം എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ വലിയൊരു ടീമാണ്. വ്യത്യസ്ത ടീമുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ഫീച്ചറിന് പിന്നിലും, നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ റിസോഴ്സിന് പിന്നിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നോട്ടിന്റെ പിന്നിൽ തന്നെ ഒരുപാട് ടീമുകളായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണ് ലേൺവൈസിലെ കൃത്യമായിട്ടുള്ള ടീമുകൾ
ആൻഡ് അതിൽ വർക്ക് ചെയ്യുന്നവർ ആരൊക്കെയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സെഷനാണ് മീറ്റ് ലേൺ വൈസ് ടീം എന്നുള്ളത്. സോ ഒരുപാട് ആൾക്കാരുടെ എഫേർട്ടിന്റെ ഫലമായിട്ടാണ് നിങ്ങളിലേക്ക് ഓരോ മെറ്റീരിയലും എത്തുന്നത് എന്നുള്ളത് ആ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് കരിയർ പാത്വേസ് ആൻഡ് സ്കിൽ ബിൽഡിംഗ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഗവൺമെന്റ് ജോബ്സ് അല്ലാതെ കോർപ്പറേറ്റ് ജോബ്സിലേക്ക് എങ്ങനെ പോകണമെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു CV അല്ലെങ്കിൽ റെസ്യൂമെ ബയോഡാറ്റ നമുക്ക് ആവശ്യമാണ്. സോ എങ്ങനെ നല്ലൊരു CV നല്ലൊരു ബയോഡാറ്റ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ നമ്മളുടെ പ്രൊഫൈൽ എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു ജോലിക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യസ്ത കോഴ്സുകൾ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആ ജോലി നമുക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കൂട്ടുന്ന ഒന്നാണ്. സോ അതെങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വളരെ റെലവെന്റ് ആണ്. ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോംസ് നിന്നാണ് ഒരുപാട് പേര് ജോലി കണ്ടെത്തുന്നത്. സോ ലിങ്ക്ഡിനിൽ നമുക്കൊരു പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും തുടങ്ങിയ സകല കാര്യങ്ങളും ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കരിയർ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭാവിയിൽ ഈ ഒരു ഡിഗ്രി അല്ലെ PGക്ക് ശേഷം ജോലി നോക്കുന്ന സാഹചര്യങ്ങളിൽ വളരെ യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ കരിയറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും സെഷൻ നമ്പർ 9 എന്ന് പറയുന്നത്. സെഷൻ നമ്പർ 10ഉം സിമിലർ ആണ്. അതായത് നിങ്ങളുടെ കരിയറിനെ ഭാവിയിലേക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളുടെ സ്കില്ല് തന്നെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ഇന്നത്തെ കാലത്ത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരാളെക്കാളും മറ്റൊരു ഒരു കേരളത്തിന് പുറത്തുള്ള ഏതൊരു കമ്പനി ആണെങ്കിലും ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും പ്രിഫർ ചെയ്യാം. സോ നിങ്ങളുടെ ഇംഗ്ലീഷ് എങ്ങനെ വളരെ സിമ്പിൾ സ്റ്റെപ്സിലൂടെ ഇംപ്രൂവ് ചെയ്യാം. നിങ്ങളുടെ സ്പീക്കിംഗ് ആയിക്കൊള്ളട്ടെ, ലിസണിങ് ആയിക്കൊള്ളട്ടെ, റീഡിംഗ് ആയിക്കൊള്ളട്ടെ, റൈറ്റിംഗ് ആയിക്കൊള്ളട്ടെ, ബേസിക് ഇംഗ്ലീഷ് സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളുടെ 10ാമത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 11ാമത്തെ സെഷനിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ നിങ്ങളുടെ ലൈഫും അക്കാഡമിക്സും തമ്മിലുള്ള ബാലൻസ് എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും, അതിനോടൊപ്പം തന്നെ സ്ട്രെസ് വരികയാണെങ്കിൽ അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി അതിനുള്ള സ്റ്റെപ്സും കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സെഷനാണ് 11ാമത്തെ സെഷൻ. 12ാമത്തതും നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും, വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. ഫാമിലി മീറ്റ് ആണ്. അതായത് നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സെഷനാണ്. ഈ ഒരു സെഷനിൽ വ്യത്യസ്ത പെർഫോമൻസുകൾ, ആർട്ടിസ്റ്റുകളുടെ ഒക്കെ തന്നെ പെർഫോമൻസുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സെഷൻ മിസ്സാക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് ഫൈനലി 13ാമത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മളുടെ റാപ്പ് ആൻഡ് ഫീഡ്ബാക്ക് സെഷൻ ആണ്. സോ ഈ 12 സെഷനിലായിട്ട് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം 10.0 നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഓവർവ്യൂ, അതിനോടൊപ്പം തന്നെ ഒരു ബ്രീഫ് സമ്മറിയോടൊപ്പം തന്നെ നമ്മൾ എന്തും നമ്മുടെ ലേണേഴ്സിന്റെ ഫീഡ്ബാക്കും നമ്മൾ നോക്കുന്നതായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഓരോ ലേണേഴ്സിനും നമ്മളുടെ ഈ പ്രോഗ്രാം എന്നുള്ളത്. സോ ഇത്രയുമാണ് നമ്മളുടെ സെഷൻസിന്റെ ഓവർവ്യൂ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഓരോ സെഷനും എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പം ഇതിനോടകം തന്നെ ഡിസ്കസ് ചെയ്തു. പക്ഷെ ഇതിൽ ഇനി ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സെഷൻസിനിടയിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേരിയസ് ആക്ഷൻ ടാസ്കുകൾ തരും, അല്ലെ ആക്ടിവിറ്റീസ് തരും. അത് കൃത്യമായിട്ട് പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ വളരെ ആത്മാർത്ഥമായി 100% ആത്മാർത്ഥതയോടുകൂടി തന്നെ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ, ടൈം ബൗണ്ട് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ തന്നെ അത്രയും ആത്മാർത്ഥതയോടുകൂടി തന്നെ നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. വളരെ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആക്ഷൻ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആസ് എ ലേണർ വീണ്ടും ഒന്നുകൂടെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാനും നിങ്ങളെ അക്കാഡമിക്കലി അതുപോലെ തന്നെ മറ്റ് രീതികളിലും എല്ലാം തന്നെ കരിയർ വൈസ് ആയിക്കൊള്ളട്ടെ, പ്രൊഫഷണൽ വൈസ് ആയിക്കൊള്ളട്ടെ, ഹെൽപ്പ് ചെയ്യാനും ഉള്ള ടാസ്കുകൾ തന്നെയാണ് നിങ്ങൾക്ക് തരിക. സോ ആ ടാസ്കുകൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് അതിൽ പറയാനുള്ള ഒരു കാര്യം, ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ന്യൂ ഹൊറൈസൺസ് ലേണർ പ്രൊഫൈൽ ഫോം ആണ്. അപ്പൊ ഇതെങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതിനെ പറ്റി സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും, ഇതിനോടൊപ്പം തന്നെ ഞാൻ കാണിക്കുന്നതായിരിക്കും. സോ ഈ ന്യൂ ഹൊറൈസൺസ് ലേണർ പ്രൊഫൈൽ ഫോം എന്നുള്ളത് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ, ഓരോരുത്തർ കടന്നു വരുന്ന ഫാമിലീസും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾക്ക് ലഭ്യമാവുന്ന സമയം, ഇതൊക്കെ വ്യത്യസ്തമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പഠിത്തത്തിൽ നിന്ന് അല്ലെ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ആസ്പിറേഷൻ എന്താണ്, നിങ്ങളുടെ കരിയർ ഗോൾ എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പം ഒരാൾക്ക് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അത് തന്നെ മറ്റൊരാൾക്ക് അതേപോലെ വർക്ക് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളൊക്കെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അപ്പം അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള ടൈലേർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട്
ഈ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കൃത്യമായിട്ട് ഫോമിൽ ചോദിക്കുന്നത്. അല്ലാതെ ഈ ഫോം ഫില്ല് ചെയ്യുന്നതിനായിട്ട് വലിയ വിവരമോ അല്ലെങ്കിൽ ലോക വിവരമോ കാര്യങ്ങളിലേക്ക് ഒന്നും പോകേണ്ടതില്ല, അധികം പഠിക്കേണ്ടതില്ല. നിങ്ങളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് വ്യത്യസ്ത മേഖലകളിൽ, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള വിഷയം ഏതാണ്, നിങ്ങൾ ലേണേഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതുപോലെയുള്ള വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചിന്തിച്ച് നിങ്ങളുടെ തന്നെ കാര്യങ്ങൾ എഴുതാൻ പറ്റുന്ന രീതിക്കുള്ള കുറെ ചോദ്യങ്ങളാണ് നമ്മുടെ ന്യൂ ഹൊറൈസൺസ് ലേണർ പ്രൊഫൈൽ ഫോമിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. സോ നമുക്ക് എത്രയും പെട്ടെന്ന് ഫോമിലേക്ക് പോവാം. സോ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാന്നാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും കൂടെ മിക്സ് ചെയ്തിട്ടോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അത് വിചാരിച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് പറ്റുന്ന ഭാഷയിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എന്തായാലും നമ്മളത് കാര്യമായി തന്നെ പരിഗണിക്കുന്നതായിരിക്കും. സോ നമ്മുടെ ലേണേഴ്സിലേക്കുള്ള ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു ഫോം കൂടെ നിങ്ങൾ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അത്രയും ബെറ്റർ ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള സർവീസിലേക്ക് ഞങ്ങൾക്ക് എത്തുന്നതിന് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം എന്തായാലും ഉറപ്പുവരുത്തുക. അപ്പൊ ഇവിടെ ആദ്യം തന്നെ പേരാണ് കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഓരോന്ന് ഫില്ല് ചെയ്ത് പോവാം. സ്വന്തം പേര് കൊടുക്കുക, ഏജ് എത്രയാണെന്നുള്ളത് കൊടുക്കുക, നെക്സ്റ്റ് ജെൻഡർ കൊടുക്കുക, മെയിൽ ഫീമെയിൽ അതർന്നുണ്ട്. നിങ്ങൾ പ്രധാനമായി യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ ഏതാണെന്ന് കൊടുക്കുക. സോ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്യാം. ഇമെയിൽ ഐ ഡി, സ്വന്തമായിട്ടുള്ള ഇമെയിൽ ഐ ഡി ഏതാണോ അത് ഫുള്ളായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ. കറന്റ് പ്ലേസ്, നിങ്ങൾ നിലവിൽ എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. അതിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും എഴുതാം. കൺട്രി വേറെ ആണെങ്കിൽ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും കൺട്രിയും എഴുതാം. നിങ്ങളുടെ താല്പര്യത്തിന് അവിടെ ഫില്ല് ചെയ്യാം. ഞാൻ ഫില്ല് ചെയ്തു. ഇനി നിങ്ങൾ എൻറോൾ ചെയ്ത കോഴ്സ് ഏതാണ്? ഇപ്പൊ BA ഹിസ്റ്ററി ആണെങ്കിൽ BA ഹിസ്റ്ററി എടുക്കുക, BA സൈക്കോളജി ആണെങ്കിൽ BA സൈക്കോളജി എടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ കോഴ്സുകൾ ഇതിൽ കൃത്യമായി മെൻഷൻഡ് ആണ്. സോ ആ മെൻഷൻ ചെയ്തിരിക്കുന്ന കോഴ്സിൽ ഏതാണോ നിങ്ങൾ എടുത്തിട്ടുള്ളത് അത് എടുത്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് ഈ കോഴ്സ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെ, അപ്പൊ അതിന് കൃത്യമായിട്ട് ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ നിങ്ങൾ എഴുതേണ്ടതാണ്. അപ്പൊ എഴുതേണ്ടപ്പോൾ നിങ്ങൾക്ക് പറയാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ മുന്നോട്ട് പോകുന്നതിനായിട്ടുള്ള, ഇപ്പൊ ഞാൻ എക്സാമ്പിൾസ് പറയാണ്, നിങ്ങളുടെ എന്ത് കാരണത്താലാണെങ്കിലും നിങ്ങൾക്ക് അത് അവിടെ എഴുതി വെക്കാം. കരിയറിൽ മുന്നോട്ട് പോകുന്നതിനായിട്ട്, ഭാഷയോട് അല്ലെങ്കിൽ മറ്റൊരു സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് എടുക്കുന്നവരുണ്ട്. ഇനി അതല്ല ഭാവിയിലേക്ക് ആവശ്യം വരുമെന്നുള്ള ഒരു തോന്നലിൽ വ്യത്യസ്ത കോഴ്സുകൾ എടുക്കുന്നവരുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ റീസൺ വേറെയാണ്. സോ എല്ലാ റീസണും ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം എടുത്തു എന്നതിന്റെ റീസൺ അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഇനി വിത്ത് മെന്റർഷിപ്പ് ആണോ വിത്തൗട്ട് മെന്റർഷിപ്പ് ആണോ എന്നുള്ളതും കൊടുക്കുക. സോ ഞാനിവിടെ കരിയർ തൽക്കാലം കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം ഫില്ല് ചെയ്താലേ നമുക്ക് അടുത്തയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമുക്ക് ഇത് എന്തെങ്കിലും ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതല്ല. ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുക. നെക്സ്റ്റ് കൊടുക്കുക, താഴെയുണ്ട്. അടുത്തത് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പൊ ഇതില് +2 ഉള്ളവർക്ക് +2 കൊടുക്കാം, ഡിഗ്രി ഉള്ളവർക്ക് ഡിഗ്രി, അതുപോലെ PG ഉള്ളവർക്ക് PG എന്ന് കൊടുക്കാം, PhD ഉള്ളവർക്ക് PhD കൊടുക്കാം, മറ്റ് ക്വാളിഫിക്കേഷൻസ് വേണ്ടവർക്ക് അതും കൊടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ എന്താണോ നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇപ്പൊ നിങ്ങൾ എടുക്കാൻ വരുന്ന ഡിഗ്രി ആണെങ്കിൽ ഇപ്പൊ +2 ആണ് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എങ്കിൽ അത് കൊടുത്താൽ മതിയാവും. ഇനി കറന്റ് നിങ്ങൾ എന്തിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്? അപ്പൊ നിങ്ങളുടെ ജോബ് ഇപ്പൊ ഇൻ എ സെൻസ് ഇപ്പൊ ടീച്ചർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ടീച്ചർ എന്ന് എഴുതുക. അതല്ല, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പ്രൊഫൈൽ അത് നിങ്ങൾക്ക് അവിടെ കൃത്യമായി മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനിപ്പോ എത്ര വേണമെങ്കിലും എഴുതാനുള്ളതായതുകൊണ്ട് തന്നെ ഇന്ന ഓപ്ഷൻ എടുക്കണം എന്നൊന്നുമില്ല. എന്താണോ നിങ്ങളുടെ ജോലി അത് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് അവിടെ എഴുതാൻ സാധിക്കും. അപ്പൊ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, അതായത് ഇതൊക്കെ എഴുതുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സർവീസ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. അതുകൊണ്ട് സത്യസന്ധമായി തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ ഒരു ഫോം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു ഫോം ഫില്ല് ചെയ്യാൻ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കരിയറിലെ മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ പഠനവുമായി സംബന്ധിച്ചിട്ട് നിങ്ങൾ പിന്നിട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രധാന ഇവന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ മെൻഷൻ ചെയ്യാം. ഇപ്പൊ നിങ്ങളിപ്പം എക്സാം എന്തെങ്കിലും ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതല്ല ജോലിയിൽ നിങ്ങൾ ഇപ്പം എക്സെപ്ഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും സന്തോഷം തോന്നുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം അതല്ലാതെ മറ്റ് നിങ്ങൾക്ക് അത്രയും സന്തോഷം തോന്നുന്ന
പാഠ്യേതര മേഖലകളിൽ നിങ്ങൾ കൈവരിച്ചിട്ടുള്ള ഏതൊരു നേട്ടവും നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അടുത്ത 2-3 വർഷത്തിൽ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? അത് 99% നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും മിക്കവാറും. സോ അത്രയും താല്പര്യത്തോടു കൂടി പഠിക്കാമെന്നുള്ള ലേണേഴ്സ് ആണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ 2-3 വർഷത്തിൽ എന്താവണം എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും എല്ലാവർക്കും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതെന്തും നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല, അതുകൊണ്ട് ഞാൻ ഫില്ല് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്തതിലേക്ക് പോകാം. സോ മൊത്തം 6 സെക്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് 3ാമത്തെ സെക്ഷനിലാണ്. ഇനി ഇതിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സ്കിൽസോ അച്ചീവ്മെന്റ്സോ ഉണ്ടോ എന്ന്. അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ലേൺ വൈസിൽ വളരെ മനോഹരമായിട്ട് ഓടക്കുഴൽ വായിക്കുന്ന ഒരു ലേണർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതും അതുപോലത്തെ സ്കിൽസ് ഒക്കെ ഉള്ളവർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫോമിലൂടെയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഉള്ള സ്കിൽസ് ഉണ്ടെങ്കിൽ അല്ലെ അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അറിയാനും ഇനിയിപ്പോ അതിലും അതുപോലെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ തന്നെ ഉള്ളവരാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിലും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് നമ്മുടെ മെന്റേഴ്സിനും സാധിക്കുന്നതാണ്. സോ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക എന്താണ് നിങ്ങളുടെ സ്കിൽ അല്ലെങ്കിൽ അച്ചീവ്മെന്റ് എന്നുള്ളത്. ഇനി അതിലേക്ക് നിങ്ങൾ എത്താനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണെന്നുള്ളതും ഒരു കഥ പോലെ നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, 4ാമത്തെ സെക്ഷനിലേക്ക് വരുമ്പം സ്കിൽസും ഇൻട്രസ്റ്റും ആണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സ്കിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതിൽ ഒരു ഓപ്ഷൻ തന്നെ എടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ 5 ഓപ്ഷൻ എടുക്കണമെങ്കിൽ 5 ഓപ്ഷനും എടുക്കാം. ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം, ബിസിനസ് സ്കിൽസ് ആണെങ്കിൽ അത് കൊടുക്കാം, ടെക്നോളജി സ്കിൽസ് ആണെങ്കിൽ അത് കൊടുക്കാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ അത് കൊടുക്കാം, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്, സോഫ്റ്റ് സ്കിൽസ്, ടീം വർക്കും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇംപ്രൂവ് ചെയ്യണമെന്നാണെങ്കിൽ അതും കൊടുക്കാം. ഇനി ഇതല്ലാതെ മറ്റേതെങ്കിലും സ്കിൽസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ അത് മെൻഷൻ ചെയ്യാനും പറ്റും. അപ്പൊ ഇതിൽ പറ്റുന്നതൊക്കെ കൊടുക്കുക. ഇനിയിപ്പോ അതല്ലാതെ ഒരു സ്കില്ലാണ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമെങ്കിൽ അതിവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി അതിന്റെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് താഴേക്ക് വരിക. അതായത് വളരെ ഡിമാൻഡ് ഉള്ള ഒരു സ്കില്ലാണ്, നിങ്ങൾക്ക് അത് പഠിച്ച് മുന്നോട്ട് പോകണമെന്നും ആഗ്രഹമുള്ള ഏതെങ്കിലും സ്കിൽ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. 5ാമത്തെ സെക്ഷനിലേക്ക് വരാം. വെൽബീങ് നീഡ്സ് ആൻഡ് പ്രിഫറൻസസ് എന്നുള്ളതാണ്. അപ്പം ലേൺ വൈസിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള വെൽബീങ് ആസ്പെക്ട് ഏതാണെന്നുള്ളതാണ് ചോദ്യം. മെന്റൽ ഹെൽത്ത് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് ആണോ കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യം? ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ന്യൂട്രീഷൻ ആണോ കൂടുതൽ ആവശ്യം? മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ ആണോ കൂടുതൽ താല്പര്യമുള്ളത്? ടൈം മാനേജ്മെന്റ് ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് ആണോ? ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് സെൽഫ് കെയർ ആണോ? ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചാണ്. പക്ഷെ എനിക്കത് ടൈം മാനേജ്മെന്റ് ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്കത് മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ ആയിരിക്കും. പക്ഷെ വേറൊരാളെ സംബന്ധിച്ച് അത് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ന്യൂട്രീഷൻ ആയിരിക്കും. ലേൺ വൈസിലൂടെ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളത് ഈ കൊടുത്തിരിക്കുന്ന മേഖലകളിൽ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാം. ഇനി ഒന്നിലേറെ മേഖലകളിൽ താല്പര്യം ഉണ്ടെങ്കിലോ എല്ലാം നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാം. സോ ഞാനിവിടെ 3 എണ്ണം മാർക്ക് ചെയ്യാണ്, മുന്നോട്ട് പോവാണ്. ഇനി അക്കാഡമിക്സിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലേക്ക് വരുമ്പോഴും നിങ്ങൾ നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള തടസ്സമായിരുന്നു, അപ്പൊ എന്തൊക്കെ ചലഞ്ചസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന തടസ്സങ്ങളെല്ലാം തന്നെ, അല്ലെ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി എന്ത് ടൈപ്പ് ഓഫ് വെൽബീങ് പ്രോഗ്രാംസ് ആണ് നിങ്ങൾക്ക് താല്പര്യം? ഇപ്പൊ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഓൺലൈൻ ആയിട്ടിരുന്ന് സംസാരിക്കാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഇനിയിപ്പം മറ്റ് റെക്കോർഡഡ് വീഡിയോസിലൂടെ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് 3 ഓപ്ഷൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് പ്രീ റെക്കോർഡഡ് വീഡിയോ മൊഡ്യൂൾസ് ആണ്. ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊഡ്യൂൾസ് വഴി നിങ്ങൾക്ക് വെൽബീങ് പ്രോഗ്രാംസിനെ പറ്റിയുള്ള അവയർനെസ് ഉണ്ടാക്കാം. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് വർക്ക്ഷോപ്പ് ആണ്. അതായത് അതിലൊരു എക്സ്പേർട്ട് വന്നിരുന്നിട്ട് ഒരു സെഷൻ പോലെ 1 മണിക്കൂറെല്ലാം ഇരുന്ന് അതിലെ വ്യത്യസ്ത കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങളെ പറ്റി വിശദമായിട്ട് പറഞ്ഞു തരുന്ന ഒരു കാര്യം. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-on-1 കൗൺസിലിംഗ് സെഷൻ ആണ്. അതിൽ ആൾക്കാരുണ്ടാവില്ല, ഞാനും നിങ്ങളും മാത്രം എന്നുള്ള രീതിയിലായിരിക്കും ആ മീറ്റിംഗ് മുന്നോട്ട് പോകും. അപ്പൊ അതിൽ ഏത് രീതിയിലുള്ള ഒരു വെൽബീങ് പ്രോഗ്രാം ആണ് നിങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഒക്കെ എന്തെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ അപ്ലിക്കേഷൻ മുന്നോട്ട് പോകാത്തതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് മാർക്ക് ചെയ്യുകയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പ്രിഫറൻസ് അനുസരിച്ച് വളരെ സത്യസന്ധമായി വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഇനി 6ാമത്തെ സെക്ഷൻ ആണ്. ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ ദ നെക്സ്റ്റ് 3 to 5 years? അടുത്തൊരു 3 തൊട്ട് 5 വർഷത്തിനിടയിൽ നിങ്ങൾ നിങ്ങളെ എവിടെയായിട്ടാണ് കാണുന്നത്? അപ്പൊ നിങ്ങൾക്ക്
വിദ്യാഭ്യാസവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം, കരിയറിലെ വ്യത്യസ്ത നേട്ടങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. ഇനി അതല്ലാതെ മറ്റ് എന്തെങ്കിലും പേഴ്സണൽ ഗോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പല രീതിയിൽ ഇപ്പൊ ഒരുപക്ഷെ കരിയറിലേക്ക് വരുമ്പോഴും അക്കാഡമിക്സിലേക്ക് വരുമ്പോഴും ഇല്ലാത്ത ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, അവരുടെ ആഗ്രഹം ഇവിടെ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും. അപ്പൊ നമുക്ക് നേരത്തെ തന്ന പോലെ ബോക്സ് ടിക്ക് ചെയ്യല്ല, ഇൻസ്റ്റഡ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതാൻ സാധിക്കും. അടുത്തൊരു 3 തൊട്ട് 5 വർഷത്തിനിടയിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് കാണുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട്. ഇനി വിച്ച് ചാലഞ്ചസ് ഡു യു ആന്റിസിപ്പേറ്റ് വൈൽ പെർസ്യൂയിങ് ദീസ് ആസ്പിറേഷൻസ്? അപ്പം എന്തൊക്കെ ടൈപ്പ് ചലഞ്ചുകളാണ് ഈ ഒരു ആസ്പിറേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മുന്നിൽ കണക്കാക്കുന്നത്? ടൈം മാനേജ്മെന്റ്. ഇപ്പൊ നിങ്ങളിപ്പം ഒരു സിഇഒ ആവണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മുന്നിലുള്ള ചലഞ്ചുകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചർ ആവണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മുന്നിലുള്ള ചലഞ്ചുകൾ എന്തൊക്കെയാണ്? ഇനി മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മുന്നിലുള്ള ചലഞ്ചുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ടൈം മാനേജ്മെന്റ് ആണോ, ലാക്ക് ഓഫ് ഗൈഡൻസ് ആണോ, മെന്റർഷിപ്പ് ആണോ, ലാംഗ്വേജ് ബാരിയേഴ്സ് ആണോ, അതായത് ഭാഷ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണോ, കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് ഇല്ലാതിരിക്കുന്നതാണോ, ഇനി ടൈം മാനേജ്മെന്റ് ആണോ? ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് നിങ്ങൾ കരുതുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇത്രയും തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് കൊടുക്കാം. താഴെ തന്നെ സബ്മിറ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 6 സെക്ഷനും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ന്യൂ ഹൊറൈസൺസ് ലേണർ പ്രൊഫൈൽ ഫോം. അപ്പൊ ഞാൻ പരമാവധി ബ്രീഫ് ആക്കാവുന്നതിന്റെ അത്രയും തന്നെ ഞാൻ ബ്രീഫ് ആക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സോ യാ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ മെൻഷൻ ചെയ്യേണ്ടൂ. അത് സത്യസന്ധമായി ആത്മാർത്ഥമായി ചിന്തിച്ച് സമയമെടുത്ത് ഫില്ല് ചെയ്യുക. സമയമെടുത്ത് എന്ന് പറയുമ്പോഴും ഡെഡ് ലൈൻ ആയി കൊടുത്തിരിക്കുന്നത് 6-ാം തീയതി വൈകിട്ട് വരെയാണ്. അപ്പൊ 6-ാം തീയതിക്കുള്ളിൽ പരമാവധി, അല്ലെങ്കിൽ 6-ാം തീയതി കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ പരമാവധി നമ്മുടെ ലേണർ പ്രൊഫൈൽ ഫോം ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. മറ്റൊന്നുമല്ല, അതനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു മെന്റർഷിപ്പും ടൈലേർഡ് ആയിട്ടുള്ള സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക, അല്ലെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ടും ലേൺവൈസിന്റെ ഗോൾ. അപ്പം ആ ഒരു കാര്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ ഓരോ ലേണറുടെ ഭാഗത്തുനിന്ന് തരേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാവരും തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തന്നെയാണ് ഞാൻ കരുതുന്നത്. സോ ഫോർ ദ ടൈം ബീങ് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു ഫോമിന്റെ ലിങ്ക് നിങ്ങൾക്ക് ചാറ്റിലൂടെ ലഭിക്കുന്നതായിരിക്കും, ഇമെയിലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അത് കൂടാതെ നമ്മുടെ ഈ സൂമിന്റെ ചാറ്റിൽ തന്നെ ആ ഒരു ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. സോ എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് അത് കളക്ട് ചെയ്തിട്ട് ഈ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം ഓവർവ്യൂവിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ ലഭിച്ചെന്ന് കരുതുന്നു. അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മുടെ ലേണർ പ്രൊഫൈൽ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയും ഒരു ക്ലാരിറ്റി ലഭിച്ചെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ഫർദർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ലിൻസി മാമിനെ കണക്ട് ചെയ്യാണ്. ലിൻസി മാം എന്ന് പറയുന്നത് നമുക്ക് ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ആണ്. അതുകൂടാതെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ കൺവീനർ കൂടിയാണ്. മാമിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. ആൻഡ് എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ ലേണേഴ്സിനും ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ സിൻസിയർ ആയിട്ട് തന്നെ ഈ ഒരു എൻ്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ അത്രയും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഓവർ ടു യു ലിൻസി മാം. താങ്ക് യു. Thank you so much, Abhay sir. Hi, good evening, everyone. So, Abhay sir വളരെ detailed ആയിട്ട് പറഞ്ഞിരുന്നു. So, as we conclude today's inspiring and informative inaugural session, I want to sincerely thank each of you for joining and engaging actively. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇന്നത്തെ പാർട്ടിസിപ്പേഷൻ ആണ് ഹാസ് സെറ്റ് എ വെരി പവർഫുൾ ഫൗണ്ടേഷൻ ഫോർ ദ സെഷൻസ് അഹെഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഓറിയന്റേഷൻ OP 10.0ക്ക് നമുക്ക് മൊത്തമുള്ള സെഷൻസിന്റെ ഫസ്റ്റ് ഇനോഗ്രൽ സെഷൻ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ സെഷനും ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓരോ സെഷൻസിനും എന്നുള്ളത്. സോ നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് അറ്റൻഡൻസ് നിങ്ങൾ ഓരോരുത്തരും എൻഷുർ ചെയ്യേണ്ടതാണ്. ആൻഡ് നമ്മളുടെ ഓറിയന്റേഷന്റെ OP 10.0 ഓരോ സെഷൻസും ഇസ് തോട്ട്ഫുള്ളി ഡിസൈൻഡ്
to empower you academically, personally, as well as professionally. So അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആവുക. നിങ്ങളുടെ ക്യാമറാസ് എല്ലാം ഓൺ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കും പെന്നും എല്ലാം കരുതിക്കൊണ്ട് തന്നെ അടുത്ത് വരുന്ന സെഷൻസിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. സോ ദിസ് വിൽ ഡിഫൈൻ ദ വാല്യൂ ആസ് വെൽ as a success for your learning experience. ഇനി കമ്മിങ് ടു ദി അപ്കമിങ് സെഷൻസ്, നാളെ നമുക്ക് നടക്കുന്ന സെഷൻ എന്ന് പറയുന്നത് ഓൾറെഡി അബി സർ ഒരു ഓവർവ്യൂ തന്നിരുന്നു. സോ നമ്മളുടെ നാളെ നടക്കുന്ന സെക്കൻഡ് സെഷൻ ഓഫ് OP 10.0 is ഐസ് ബ്രേക്കിംഗ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളുടെ ഏതൊരു കോളേജിലാണെങ്കിലും ഏത് ക്യാമ്പസസിലാണെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഒരു ഇനോഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് അല്ലെങ്കിൽ കൂടെയുള്ള നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനെയൊക്കെ പരിചയപ്പെടുന്ന പോലെ തന്നെയാണ്. സോ ലേൺ വൈസ് ഇസ് ഓൾസോ ഹാവ് സെറ്റ് എ സിമിലർ പാറ്റേൺ ഹിയർ. അതാണ് നമ്മളുടെ നെക്സ്റ്റ് അപ്കമിംഗ് ആയിട്ടുള്ള ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയുന്നത്. വെരി ഇന്ററാക്റ്റീവ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളുടെ നല്ലൊരു റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള പിയർ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ പരിചയപ്പെടാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയുന്നത്. ഐസ് ബ്രേക്കിംഗ് സെഷൻസ് നമ്മൾക്കറിയാം 36 പ്രോഗ്രാംസ് നമുക്ക് ഓൾ ടുഗെദർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ August 6th നമ്മളുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ബൈ August 8th വി വിൽ ബി കംപ്ലീറ്റിംഗ് ദി ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റീസ്. സോ ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റീസിൽ നിങ്ങൾ സെഷൻസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി വെരി വൈബ്രന്റ് ആൻഡ് വെരി ആക്റ്റീവ് ആൻഡ് നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ സെഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഓരോരുത്തരും വളരെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ടീം നിങ്ങളുടെ ഓരോരുത്തരുടെയും സെഷനിലേക്ക് വരുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മളുടെ സെഷൻസിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈമിങ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് അതാത് ബാച്ചസിന് വേണ്ടിയിട്ടുള്ള ടൈം നിങ്ങളുടെ കൺസേൺഡ് ആയിട്ടുള്ള മെന്റേഴ്സ് അതുപോലെ തന്നെ ലേണർ സക്സസ് എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ വാട്സ്ആപ്പ് ത്രൂ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. എല്ലാ ലൈവ് സെഷൻസുകളും നമ്മുടെ സ്കെഡ്യൂൾസ് വരുന്നത് ഇൻ 3 സ്ലോട്ട്സുകളായിരിക്കും. 7 PM, 7:30 PM ആസ് വെൽ ആസ് 8:30 PM. നമ്മൾ ഇന്ന് ഇനോഗ്രേഷണൽ സെഷൻ കണ്ടക്ട് ചെയ്തതുപോലെ തന്നെ സൂം വഴിയായിരിക്കും നമ്മളുടെ ഇനിയുള്ള എല്ലാ സെഷൻസുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഇന്ന് നിങ്ങൾക്ക് ലിങ്ക് ലഭിച്ചതുപോലെ തന്നെ ഇനി അപ്കമിംഗ് ആയിട്ടുള്ള എല്ലാ സെഷൻസിന്റെയും സൂം ലിങ്കുകളും അതുപോലെ തന്നെ കറക്റ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ടൈമും കാര്യങ്ങളും എല്ലാം നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഈ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താം. ക്രിയേറ്റ് എ വെരി സപ്പോർട്ടീവ് ആൻഡ് ലേണിംഗ് കമ്മ്യൂണിറ്റി ഓൾ ടുഗെദർ. സോ ഇനി നമുക്ക് അപ്കമിംഗ് ആയിട്ടുള്ള ഐസ് ബ്രേക്കിംഗ് സെഷൻസുകളുടെ ഒരു ക്വിക്ക് ഓവർവ്യൂ നോക്കാം. ലൈക്ക് ഏതൊക്കെ ഡേറ്റ്സിലാണ് ഏതൊക്കെ പ്രോഗ്രാംസിന്റെ ആണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്വിക്ക് ആയിട്ട് നോക്കാം. സോ August 6th വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ദ സെഷൻസ് ഫോർ ദ BBA പ്രോഗ്രാം. അതുപോലെ തന്നെ ബാച്ചുലർ ഓഫ് ആർട്സ് ഇൻ മൈക്രോ സ്മോൾ ആൻഡ് ദി മീഡിയം എന്റർപ്രൈസസ്, ദാറ്റ് ഇസ് BA MSME, ആസ് വെൽ ആസ് ദി MSc Physics, MSc Chemistry, MSc Mathematics, BSW, Bachelor of Library and Information Science, as well as the Bachelor of Tourism and Travel Management, BCom, BCA, MCom, MA English. ഇത്രയും സെഷൻസ് ആയിരിക്കും നമുക്ക് 6th August കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ റെസ്പെക്റ്റീവ് ടൈം സ്ലോട്ട്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടാവുക. 7 PM സ്ലോട്ട്സും അതുപോലെ തന്നെ 8:30 PM സ്ലോട്ട്സുകളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കൺസേൺഡ് ആയിട്ടുള്ള എല്ലാ ലേണേഴ്സിനും നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺഡ് ആയിട്ടുള്ള മെന്റേഴ്സ് അതുപോലെ തന്നെ ലേണർ സക്സസ് എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും. നിങ്ങളെ കറക്റ്റ് ആയിട്ട് ഇൻഫോം ചെയ്യുന്നതും നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതും ആയിരിക്കും. ആൻഡ് കമ്മിങ് ടു ദി 7th August, we have BA Psychology, BA History, BA Political Science, BA Economics, Bachelor of Arts in Journalism and Digital Media, and BA English, BSCM, BSc Maths, BSc Food Safety and Quality Management, BMCA, MSW Counseling, MA Education, and Master of Arts Journalism and Mass Communication. ഇത്രയും സെഷൻസ് ആയിരിക്കും August 7th നമ്മളെ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് കമ്മിങ് ടു ദി August 8th, we have BA Sociology, MA Economics, MA Sociology, MA History, MA Political Science, MA Public Administration, MBA, MA Psychology, and we have the last one, that is MSc Zoology, MSc Food Safety and Quality Management. സോ ഇതാണ് നമ്മളുടെ ഒരു സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഐസ് ബ്രേക്കിംഗ് സെഷൻസിന്റെ സ്കെഡ്യൂൾസ് ആണ്. സോ 8th ശേഷം വി വിൽ മൂവ് ഓൺ ടു ദ സെഷൻ 3 ഓഫ് ദി ഓറിയന്റേഷൻ OP 10.0. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ
നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പാർട്ടിസിപ്പേഷൻ പോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസത്തും നിങ്ങളുടെ ഇതുപോലത്തുള്ള ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക. എല്ലാവരും മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്യാമറാസ് ഓൺ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ മൈക്രോഫോൺസ് എല്ലാം മ്യൂട്ട് ആണെന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്നത് ഒരു വെരി അത്ര ഡിസ്റ്റർബൻസസ് ഇല്ലാത്ത ഒരു എൻവയോൺമെന്റിൽ നിന്നാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതും എല്ലാവരും എൻഷുർ ചെയ്യുക. And thank you all for making this today's inaugural session very successful and vibrant. Also, ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാനുള്ളത്, ഓൾറെഡി വെരി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ന്യൂ ഹൊറൈസൺസിലാണ് പ്രൊഫൈൽ ഫോമിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ എവ്രി വൺ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു കംപ്ലീറ്റ് ദി ന്യൂ ഹൊറൈസൺസിലാണ് പ്രൊഫൈൽ form very promptly, as it is a very vital step forward the personalizing your learning experience. So we're looking forward to see you tomorrow at our ice breaking session. Let's continue this incredible journey together. Have a wonderful evening ahead. Thank you. Thank you, ma'am. Thank you everyone for joining today.